പി എസ് സി പ്രിപ്പറേഷൻ ഒരു മാരത്തോണാണ്. ഡെയിലി കൺസിസ്റ്റൻസിയാണ് സക്സസിൻ്റെ സീക്രട്ട്. ഒരു ദിവസം 12 മണിക്കൂർ പഠിക്കുന്നതിനേക്കാൾ ഡെയിലി 4-5 മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ബെറ്റർ. സോ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്ത് പി എസ് സി എങ്ങനെ ഈസിയായി ക്രാക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സ്മാർട്ട് വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. കുറച്ച് സമയം പഠിച്ചിട്ട് നമ്മൾ കൂടുതൽ മാർക്ക് എങ്ങനെയാണ് നേടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പി എസ് സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് എല്ലാ ടോപ്പിക്സും നമുക്ക്, അതായത് സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ ടോപ്പിക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പി എസ് സി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ടോപ്പിക്സ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി പഠിക്കണം. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? PYQ ആണ്. അതിലേക്ക് എത്തുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ഏതാണ്, കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PYQ നോക്കണം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്യണം. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? റിവിഷൻ. നമ്മൾ റിപ്പീറ്റഡ്ലി റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നാളെ മറന്നു പോവും, അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ആ പഠിച്ച കാര്യം നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ട്, അതായത് ഒരു ദിവസം കഴിഞ്ഞ്, പിന്നെ 3 ദിവസം കഴിഞ്ഞ്, പിന്നെ 7 ദിവസം കഴിഞ്ഞ്, പിന്നെ ഒരു മാസത്തിൽ 1 റിവിഷൻ, അതിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മറന്നു പോകത്തില്ല. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ അത് നമ്മൾ റിവൈസ് ചെയ്യാൻ നമ്മൾ മറക്കരുത്. നമ്മൾ ആവേശപ്പെട്ട് പുതിയത് പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പഠിച്ചത് അതിൽ നിന്ന് ഒരു മാർക്ക് പോലും പോവാതെ നമ്മൾ ആ മാർക്ക് സെക്യൂറാക്കി വെക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വാരി വലിച്ചിരുന്ന് എഴുതുക. അത് അങ്ങനെ ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയം ഒരുപാട് നഷ്ടപ്പെടും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ടായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഷോർട്ട് നോട്ട് എടുത്ത് വെക്കുക. നമ്മളിങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കിട്ടാത്തപ്പോൾ ആ നോട്ട് ഒന്ന് നോക്കുക. അതിൽ നിന്ന് നമ്മൾ പിന്നെയും ഓർത്തെടുക്കുക. അങ്ങനെ നമ്മൾ പഠിക്കുക. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഒരു ടോപ്പിക്ക് എടുത്ത് വെച്ച് അത് അതേപോലെ തന്നെ പകർത്തി നമ്മളൊരു നോട്ടാക്കി എഴുതി വെച്ചിട്ട് അത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന PSC സ്റ്റുഡൻസ് മെയിനായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് അങ്ങ് പഠിച്ചു തീർക്കുക. ഒരുമിച്ച് അങ്ങ് ഫുള്ള് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷെ അത് ഭയങ്കര മടുപ്പുമായിരിക്കും. നമുക്ക് അങ്ങനെ പഠിച്ചിട്ട് ഒരു ഗുണവുമില്ല. അതായത് സിലബസിലെ ഫുൾ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, PSC ചോദിക്കുന്ന സിലബസിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, എന്നിട്ട് ഹോട്ട് ടോപ്പിക്സ് എന്നൊക്കെ പറയില്ലേ, ആ ഏതൊക്കെ ടോപ്പിക്കാണെന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റിവിഷൻ ഇല്ലാത്തത്, അത് ഞാൻ പറഞ്ഞു. നമ്മളൊരു പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ പഠിച്ചത് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു മാർക്ക് കളയാൻ. ഷുവറായിട്ട് ചോദിക്കുന്ന ടോപ്പിക്ക് നമ്മൾ സിലബസിൽ നിന്ന് എടുക്കുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നു, അത് പക്ക റിവൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമുക്കിനി ഒരു മാർക്കും നഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിൽ ആക്കി വെക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ PYQ ഒന്നും നോക്കാതെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും റെഫർ ചെയ്യാതെ നമുക്ക് PSC ചോദിക്കുന്ന റിപ്പീറ്റഡ് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ PYQ നോക്കണം. പിന്നെ അതേപോലെ തന്നെ ടൈം ടേബിൾ, നമ്മൾ ആ ഒരു ടൈം ടേബിളൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഫിനിഷ് ചെയ്യാനുണ്ട്, നമ്മൾ എത്രത്തോളം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്താണ്, നമ്മളെവിടെ തുടങ്ങി അവസാനിച്ചു ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്ത് പഠിക്കുന്നു, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ പ്രകാരം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഷോർട്ട് നോട്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമ്മൾ ഒരുപാട് വാരി വലിച്ചിട്ടുള്ള നോട്ട് എഴുതണ്ട. നമ്മളൊരു ടോപ്പിക്ക് എടുക്കുക എന്ന് വെച്ചോ, അതിൻ്റെ പരമാവധി
എന്താ പറയുക ഷോർട്ടാക്കിയിട്ട്, അതായത് ഒരു 1 പേജിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾസൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഒരുപാട് നീട്ടി വലിച്ചിട്ടായിരിക്കും ആ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ സ്പെസിഫൈ ചെയ്ത് ഇപ്പോൾ ആർട്ടിക്കിൾ 14 അത് ഈക്വാലിറ്റി സമത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. ആർട്ടിക്കിൾ 19 ഫ്രീഡം സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നതാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റണം. എന്നാൽ അത് എന്താ പറയുക നമ്മൾ നോട്ടിലേക്ക് പകർത്തുന്ന സമയത്ത് ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കീവേഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു സ്മാർട്ടായിട്ട് ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് സ്മാർട്ട് സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മോർണിംഗ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു 5 AM ഇത് വർക്കിംഗ് ആയിട്ടുള്ളവർക്കും വീട്ടമ്മമാർക്കൊന്നുമുള്ള നല്ല പറയുന്നത് നമ്മൾ സ്റ്റഡി എന്താ പറയുക പഠിത്തം എന്ന് പറഞ്ഞിരിക്കുന്നവർക്കുള്ള ഒരു ടൈം ടേബിളായിട്ടാണ്. പക്ഷേ നിങ്ങളത് നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് സംഭവം ഈ ടോപ്പിക്കൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കുക, ടൈം മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ മോർണിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് 5 AM to 7 AM 5 to 7 നമ്മൾ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് നമുക്ക് ഏതാണോ മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ്, ചിലർക്ക് മാത്സ് ആയിരിക്കാം, ചിലർക്ക് സയൻസ് ആയിരിക്കാം, അങ്ങനെ ഏതൊക്കെ, അല്ലെങ്കിൽ ചിലർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ് എടുക്കുക. അത് മാക്സിമം മോർണിംഗ് സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർനൂണാണ്. ആഫ്റ്റർനൂണിൽ ഒരു 2 മണി തൊട്ട് 4 മണി വരെ SCRTൻ്റെ ഇമ്പോർട്ടൻസ് പറയേ വേണ്ടല്ലോ. മിക്ക ചോദ്യങ്ങളും ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ മുഴുവൻ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്നുകിൽ നമുക്ക് കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ടെക്സ്റ്റ് വാങ്ങിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സാമഗ്രിയിൽ നിന്ന് ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ടെലഗ്രാം ചാനൽസൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് വായിച്ച് തീർക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ മാർക്കറ്റിൽ ധാരാളം ബുക്കുകൾ ലഭിക്കും, അതിൽ നിന്നായാലും പഠിച്ചെടുത്താൽ മതി. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് PYQ പ്രാക്ടീസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി 1 or 2 പറ്റുന്നത്ര. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മൾ അന്നത്തെ ദിവസം എന്താണോ പഠിച്ചത് ഒരു 50 minutes റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളതും ഒക്കെ ആയിട്ടുള്ള നമുക്ക് യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, ഒക്കെ അറ്റൻഡ് ചെയ്യാം. പിന്നെ അതേപോലെ PYQ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് കിട്ടാനൊരു പാടുമില്ല. ഇഷ്ടം പോലെ ടെലഗ്രാം ചാനൽസൊക്കെ PYQs ഈ 2021 തൊട്ട് 2025 വരെയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറഞ്ഞൊരു ചാനലിലൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡെയിലി അവർ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, പഠിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാത്സ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം. ചിലർക്ക് വളരെ പാടാണ് മാത്സ്. അപ്പോൾ ഒരു ബേസും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ട്രിക്ക് ടേൺ ജെറിൻ സാറിൻ്റെ ക്ലാസ്സസ് വളരെ യൂസ്ഫുള്ളാണ്. ഓരോന്നും ടോപ്പിക് വൈസ് സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു ബേസും അറിയാത്തവർക്കാണെങ്കിൽ പോലും നമുക്ക് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, യൂട്യൂബ് ക്ലാസ്സസ് കാണുന്ന എല്ലാവർക്കും PSC പുറകാലം നടക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു ചാനലാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫോർമുലാസൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കൺസെപ്റ്റ് എന്താണ്, മാത്സിലെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നമുക്കത് ഈസിലി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഷോർട്ട് കട്ട് ട്രിക്സൊക്കെ ഉണ്ടാവും. ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്സ് പഠിക്കാൻ നോക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. LCM കാണാൻ, HCF കാണാൻ, അതേപോലെ തന്നെ ആവറേജ്, റേഷ്യോ, പെർസെൻറ്റേജ്, ഇതൊക്കെ നമ്മൾ
പഠിച്ചെടുക്കുക. കറണ്ട് അഫയേഴ്സ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി മെത്തേഡിലൂടെ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി ഒരു 20 മിനിറ്റ് വെച്ച് പഠിക്കാൻ പറ്റുന്ന രീതിക്ക് പഠിക്കാം. അല്ലാതെ എന്താ പറയുക 10 മണിക്കൂർ ഇരുന്ന് കുത്തിയിരുന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട സാധനമല്ല കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഡെയിലി നമ്മൾ ഒരു 20 മിനിറ്റ് അതിന് കൊടുത്തിട്ട് എന്താ പറയുക നോട്ട് ചെയ്തിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് പോവുക. അങ്ങനെ തീർക്കാവുന്നവർക്ക് അങ്ങനെ തീർക്കുക. ഇനി അതല്ല, ഇനി മന്ത്ലി ഉള്ള കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പോർഷൻ ഇത്ര ഭാഗം ഞാൻ ഇന്ന് പഠിക്കും, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 20 മിനിറ്റ് നമ്മളത് പഠിച്ചു തീർക്കുക. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പ്രധാനപ്പെട്ട സ്കീംസ്, അതുപോലെ അവാർഡ്സ്, സ്പോർട്സ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ PYQ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ടോപ്പിക്കുകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക, അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ നിയമനങ്ങൾ, പുതിയതായിട്ട് നടന്നിട്ടുള്ള നിയമനങ്ങൾ, സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, അപ്പോൾ എന്താ പറയുക, ആ മന്ത്രിമാർ, അവരുടെ സ്ഥാനങ്ങൾ എന്താണ്, ഓരോരുത്തർക്ക് കിട്ടുന്ന സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കിട്ടുന്ന സ്ഥാനങ്ങളല്ല, വകുപ്പുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. ഇപ്പോൾ അതാ 10th പ്രിലിമിനറി എക്സാംസ് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 18 കറക്റ്റ് ഡേറ്റും പിന്നെ 2 സ്റ്റേജുകളിലായിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കലണ്ടറിൽ വന്നിട്ടുണ്ട്, PSC കലണ്ടറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 18 തന്നെ 2 സ്റ്റേജ് ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് രാവിലെയും പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ഉച്ചയ്ക്ക് ശേഷവും നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 3ഉം 4ഉം ഇതേപോലെ ഓഗസ്റ്റ് 1-നുമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ അത് നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ 18 ആർക്കായാലും 18ആണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് മൈൻഡിൽ വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഒരു 30 ദിവസം മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് നമ്മൾ പുതിയ ടോപ്പിക്സ് ഒന്നും പഠിക്കാതെ, അതേപോലെ ഒരുപാട് നോട്ട് എഴുതി കൂട്ടാതെ, സ്ട്രെസ്സൊക്കെ നല്ലോണം കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. PYQ ചെയ്യുക. കാരണം PYQന്ന് നമുക്ക് ടോപ്പിക്സും ഏതാണ് വരുന്നത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ PSC റിപ്പീറ്റഡായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും, അതും കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീക്ക് ഏരിയ ഈ PYQ ചെയ്യുന്നവരും മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്താ മനസ്സിലാവുക, നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നു. അപ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് ആ പഠിച്ചതിൽ. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് ഒന്നും കൂടി എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്നു. ആ രീതിയിൽ സ്ട്രെസ്സൊക്കെ കുറച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് എക്സാംസിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 10th പ്രിലിമിനറി എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറഞ്ഞതൊന്നും മറക്കാതെ ഫോക്കസ്ഡ് ആയിട്ടിരുന്നിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.